ഹലോ ഗായ്സ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ദുബായിൽ ജോലിയായിട്ട് അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദുബായിലെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ഫാമിലി, അതുപോലെ തന്നെ നമ്മുടെ കസിൻസ്, നമ്മുടെ നെയ്ബേഴ്സ്, അങ്ങനെയുള്ള കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലൈഫ് എങ്ങനെയാ, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ, ഫുഡ് എങ്ങനെയാ. അപ്പം ഞാൻ വിചാരിച്ചു വ്ളോഗ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടുത്തെ വാർത്തകളും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും, എല്ലാവർക്കും അതൊരു ഇൻഫർമേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പൊതുവേ ദുബായിൽ അങ്ങനെ യൂട്യൂബേഴ്സ് കുറവാണ്. ഇപ്പോഴത്തെ റൂളും കാര്യങ്ങളൊക്കെ വെച്ച് യൂട്യൂബേഴ്സ് പൊതുവേ കുറവാണ്. അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ പോകുന്നത്, ഇന്ന് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ പെരുന്നാളാണല്ലോ. മാത്രമല്ല ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം കൂടെയാണ്. അപ്പോൾ നമുക്കിവിടെ പള്ളിയുണ്ട്, ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്ന. ഞങ്ങളുടെ ഇടവകയാണ്, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇടവകയാണ്. അപ്പോൾ അവിടേക്ക് പോകുമ്പോഴുള്ള വഴി, അതുപോലെ തന്നെ ചർച്ച്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ ഒരു ഏരിയ വരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ആലോചിച്ചത്, ഞാൻ കൊട എടുത്തില്ലായിരുന്നു. അപ്പോൾ വെയിൽ കൊള്ളുക തന്നെ പരിപാടി. ഫസ്റ്റ് തന്നെ ഞാൻ നോൾക്കാർഡിൽ ബാലൻസ് ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നോക്കി. നമുക്ക് ബസ്സിൽ കയറണം, മെട്രോയിൽ കയറണം, ബാലൻസിൽ നമ്മൾ പെടുമല്ലോ. അതുകൊണ്ട് ഞാനൊരു 5 ദിർഹംസും കൂടെ അഡീഷണൽ ചാർജ് ചെയ്തു നമുക്ക് ബസ്സിന് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ നടക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പള്ളി ഇവിടെ അടുത്താണ്. പള്ളി ഇവിടെ അടുത്തല്ല. ഇവിടെ നിന്ന് നമ്മൾ ബസ്സിന് കയറി മെട്രോയുടെ അവിടെ എത്താം. മെട്രോയുടെ അവിടെ നിന്ന് ഒരു 10 സ്റ്റോപ്പ്. നമ്മൾ കയറുന്നത് അൽക്കുസൈസ് എന്ന് പറഞ്ഞ മെട്രോയിൽ നിന്നാണ്. അവിടെ നിന്നൊരു കിതയ്ക്കുന്നു ഗൈസ്, പ്രായമൊക്കെ ആയി. കുറച്ച് സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്കും ഞാൻ ടയേർഡ് മാത്രമല്ല, ഇവിടെ നല്ല ഹ്യൂമിഡിറ്റിയാണ്. ഇപ്പോഴത്തെ ചൂടെന്തോ 50 ഡിഗ്രി ഉണ്ട്. നിങ്ങൾ ആ കാണുന്ന ബസ് സ്റ്റോപ്പ് കണ്ടു, അവിടം വരെ ഞാൻ നടന്നെത്തി. നമുക്ക് പോകാനുള്ള ബസ് വന്നു ഗൈസ്. ഈ ഒരു ബസ്സിനാണ് നമ്മൾ പോണത് മെട്രോ വരെ. അപ്പം ഞാൻ മെട്രോ കാർഡ് പഞ്ച് ചെയ്ത് കയറി. നമ്മുടെ നാട്ടിലെ പോലെ ടിക്കറ്റ് എടുത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. നമുക്ക് നോൾ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡുണ്ട്. ആ കാർഡ് വെച്ച് നമ്മൾ മെട്രോയിലും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ അൽക്കുസൈസിൽ മെട്രോയിലെത്തി. ഇവിടെ നിന്നാണ് നമ്മൾക്ക് പള്ളിയിലിട്ട് ഓതുമേത്ത വരെ പോകാനുള്ള മെട്രോ ഇവിടെ നിന്നാണ് ഉള്ളത്. അപ്പം ഞാൻ ഇവിടെയും കാർഡ് പഞ്ച് ചെയ്ത് കയറി പോവാണ്. അപ്പം നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. യൂഷ്വലി ഈ ഒരു സമയം ആയതുകൊണ്ട് തിരക്ക് കാണത്തില്ല. ഓതുമേത്ത് ഇറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള എക്സിറ്റിൽ വരാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ റോഡ് ക്രോസ് ചെയ്യേണ്ടി വരും. ഈ സൈഡാകുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് തന്നെ ബാക്ക് സൈഡിൽ ഇഷ്ടംപോലെ മരങ്ങൾ ഒക്കെ ഉണ്ട്, പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ മിക്കവാറും ദിവസം ഇവിടെ പള്ളിയിൽ വരുന്ന സമയത്ത് ചേച്ചിമാർ പൂക്കൾ വിൽക്കുന്ന ചേച്ചിമാരിവിടെ നിൽക്കുന്ന കാണാറുണ്ട്. ഇപ്പോൾ കുറേയായി അങ്ങനെ കാണാം. ഇതാണ് നമ്മുടെ ചർച്ച്. സാധാരണ ഞാൻ വരുന്ന സമയത്ത് മലയാളികളുടെ കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ കൂടുതലെത്തുന്നത്. ഇപ്പം ഞാൻ വന്നപ്പോൾ ഫിലിപ്പീൻസിൻ്റെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഏകദേശം 300ഓളം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അതായത് ആഫ്രിക്കൻസ്, ഫിലിപ്പീൻസ്, മലയാളികൾ, അതുപോലെ എല്ലാ നാഷണാലിറ്റീസിലുള്ള ആളുകളുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ നേരെ പള്ളിയുടെ അകത്തേക്കാണ് കയറിയത്. എൻ്റെ ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. ഏറ്റവും നമുക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും, അതുപോലെ ഏറ്റവും കൂടുതൽ ദുബായിൽ വന്നതിന് ശേഷം പോയിട്ടുള്ളതുമായിട്ടുള്ള സ്ഥലം ഓതുമേത്തയിലെ പള്ളിയാണ്. 8 മണിക്കായിരുന്നു ഇന്നത്തെ കുർബാന. മലയാളികളെല്ലാവരും അവരുടെ ജോലികളുടെ തിരക്കും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചെത്തിയിട്ടുണ്ട്. ഈ ടൈമിൽ പള്ളിയിലുണ്ടായിരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. വരും ദിവസങ്ങളിൽ റെഗുലറായിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്.
അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു.